റിപ്പോർട്ടർ ടിവിക്കെതിരെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്നാണ് റാഹീസ് റഷീദ് എന്ന ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദിച്ചു, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, എന്ത് തീവ്രവാദമാണ് റാഹീസ് റഷീദ് നടത്തിയത്? ആ പേരാണോ വെള്ളാപ്പള്ളിക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം MSF-ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഇത്തവണ ലേശം തണുപ്പ് കൂടുതലാണെങ്കിലും ഉത്തരാധുനിക നവോത്ഥാന സിംഹം വെള്ളാപ്പള്ളി നടേശൻ ചൂടിലാണ്. എന്താണ് ബ്രോ മോഡേണോ? മോൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഭക്ഷണം കഴിച്ചോ? ഗുരുവിന്റെ മഹത്തായ സന്ദേശം കേട്ടുകൊണ്ട് ആരംഭിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. വെള്ളാപ്പള്ളിനെ കുറിച്ച് പറയുമ്പോ സഖാവിന് 100 നാവ. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ്. എന്താണ് ബ്രോ മോഡേണോ? വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. 9 വർഷത്തിനിടെ നോക്കി സഖാവ്, ഇവർക്ക് ഈ അച്ചടി ഭാഷ മനസ്സിലാവില്ല. നാടൻ ഭാഷ പറഞ്ഞ എങ്ങനെ ഇരിക്കും? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. വെള്ളം കിട്ടുമോ? മണി കഴിഞ്ഞാൽ ആധുനിക നാടൻ ഭാഷയുടെ പിതാവാണ് ഇദ്ദേഹം. വളരെ വർഗീയമായിട്ടുള്ള പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിനെതിരെ കേരളം പ്രതികരിച്ചിരുന്നു. ആ ചോദ്യങ്ങളാണ് റിപ്പോർട്ടർ TV ചോദിച്ചത്. ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇയാൾക്കെന്താ വേണ്ടേ? നിന്നെ എന്നെയോ തട്ടിയോ? ഞാൻ തട്ടിയെന്നുള്ള നേരാണ്. തട്ടാനിടയായ സാഹചര്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്താ പറഞ്ഞത്? അല്ല, എങ്ങനെയാണ് ഈ തട്ടി മെഴുകലിന്റെ തുടക്കം? ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളും ഇല്ലേ? ഉണ്ടോ? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ആർക്കും പുതിയ സ്കൂൾ അനുവദിച്ചിട്ടില്ല. അടിപൊളി. ആർക്കും ഇല്ലെങ്കിലും ഒന്ന് ഇദ്ദേഹത്തിന് കൊടുക്കണം. കാരണം ആധുനിക വർഗീയ അല്ല, ആധുനിക നവോത്ഥാനത്തിന്റെ എല്ലാമാണ് ഇദ്ദേഹം. വളരെ കറക്റ്റ്. അല്ല, വേറൊന്നും ചോദിച്ചില്ലല്ലോ, കൊടുത്തൂടെ? കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരാൾക്കും പുതിയ സ്കൂൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അനുവാദം തരേണ്ടത് പിണറായി സർക്കാരല്ല എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അതിനുടനെ കലിതുള്ളി. തട്ടിക്കോ. 9 വർഷത്തിനിടെ നോക്കിയില്ലേ? അല്ല, നിങ്ങൾ എന്തിനാണ് തട്ടി മെഴുകിയേ? ദാർഢ്യത്തോട് സംസാരിക്കാൻ. അല്ല, ചോദ്യം ചോദിച്ചാള് 9 കൊല്ലായിട്ട് നിങ്ങൾ നോക്കിയില്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനകത്ത് എവിടെയാണ് ധാർഷ്ട്യം? 9 വർഷത്തിനിടെ നോക്കിയില്ലേ? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്റെ മര്യാദ തട്ടി മാറ്റിയല്ലോ. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ ചവിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചാളെ കൈകാര്യം ചെയ്താളെയാ. അവൻ തീവ്രവാദിയാണ്. ആദ്യം നിങ്ങൾ ഗുരുവചനം ഒന്ന് ഉച്ചരിച്ചോ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തിനെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെ പോലെ നമ്മളെല്ലാം ജീവിക്കണം. ഓക്കെ, ഗുരുവചനം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ നഹി എന്ന് പറഞ്ഞാൽ നഹി. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. തീവ്രവാദി അതിനിയും പറയും. തെളിവെന്തെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്, അതൊക്കെ എനിക്കറിയാം. ഇനി മുതലാളി തെളിവ് കൈമാറുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പിടിച്ചോ. തെളിവ് 1. എനിക്ക് പറയാനുള്ള നേർച്ചയുടെ അമ്മാവനാണ്. തെളിവ് 2. എന്റെ അനുഭവത്തിൽ എല്ലാം മനസ്സിലാക്കുന്ന ആളല്ലേ. തെളിവ് 4. എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. നമസ്കാരം, ഞാനാണ്. 5. താൻ വെറുതെ കളിക്കാതെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് വരും. തെളിവ് 6. വെറുതെ വിരട്ടാ തന്നെ. അല്ല, തീവ്രവാദിയാക്കിയതിന്റെ തെളിവൊന്ന് കാണിക്കുമെന്ന്. നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. അല്ല എന്ന് പറഞ്ഞ തെളിവ് 20. മര്യാദ ഇതെടുത്തോണ്ട് പൊയ്ക്കോളാം. മുതലാളി തെളിവ്. തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട. തെളിവ് 215. പറയാൻ വേറെ വല്ലതും ചർച്ച. മുതലാളി തെളിവ് കൊടുക്ക. മുതലാളി എവിടെ കുറെ നാളായി തുടങ്ങിയിട്ട്
ഇതാ തെളിവ് വേണോന്ന് ചോദിച്ചിട്ട് വിയറ്റ്നാം കോളനിയിലെ ഇതാണ് ആ രേഖ. രേഖാ വിദഗ്ധൻ വന്നിട്ടുണ്ട്. വേണോ? തന്നോട് ചോദിച്ചില്ലടോ. തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവില്ല. അല്ല, തെളിവൊന്നും ഇല്ല അല്ലേ എന്ന്. അറിവുണ്ട്, ഉണ്ട്. ഉണ്ട. വേണ്ട എനിക്ക് അയാൾ തീവ്രവാദിന്റെ അടുക്കളയുണ്ട്. നിങ്ങൾ വെറുതെ ഗുണ്ടടിച്ചാണോ അല്ല ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? അയാള് തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു. എന്റെ അടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല. ഇതാണ് ആ ഇൻഫർമേഷൻ. MSFന്റെ നേതാവാണ്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. MSF ആയാൽ എങ്ങനെയാണ് തീവ്രവാദിയാകുക മുതലാളി? അവരൊരു അംഗീകൃത വിദ്യാർത്ഥി സംഘടനയല്ല. നമുക്കിപ്പോ അടുത്ത ഗുരു സന്ദേശം കേൾക്കാം. ഒന്നായാലേ നന്നാകാൻ സാധിക്കും. നന്നാകണമെങ്കിൽ നമ്മൾ ഒന്നാകണം. മുതലാളി, നിങ്ങള് തീവ്രവാദിയാക്കിയതിന്റെ തെളിവ് പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കണേ. പ്രേക്ഷകര് അക്ഷമരായി കത്തിക്കാണ്. തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി. ഓ ഓ ഓ ഓ ഓ മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. അല്ല, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു തെളിവുണ്ടാന്ന്? വേണ്ട, പറച്ചിലുണ്ട്. പറച്ചിലേ ഉള്ളൂ അല്ലേ? ഓരോരുത്തർക്കും ഓരോ സന്തോഷം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന്. നടേശൻ മുതലാളിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. ഏതിനെതിരൊക്കെയായിരുന്നു ഗുരു ശബ്ദം ഉയർന്നിരുന്നു, ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്സിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാണ്. മുതലാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾ ആവശ്യം എന്താണ്? എയ്ഡഡ് അല്ല, അൺഎയ്ഡഡ് ആണ്. അത് പറഞ്ഞില്ല, അൺഎയ്ഡഡ് കോളേജ് ഒരെണ്ണം. വർഷം എത്ര കഴിഞ്ഞു? MSF എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. KSUവിനെ പോലെ, SFI പോലെ, ABVP പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. MSFനെതിരെ ഇന്നുവരെ ആരും തീവ്രവാദി സംഘടനയാണ് എന്നൊരു അഭിപ്രായം നടത്തിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റിയത്? തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് മുതലാളി?